അപ്പോൾ ഇതെങ്ങനെ അതിന്റെ വില വരുന്നത്? ഇത് വരുന്നത് 110. 110. ഓക്കേ. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ വില വരുന്നത്? ടെസ്റ്റ് ചെയ്താ 45ന് നമുക്ക് കൊടുക്കാം. 85,000ന് കൊടുക്കാം. 85,000. 85ന് കൊടുക്കാം. 5 വർഷം പേപ്പർ ഉണ്ട്. അതെ അതെ, ഫുൾ ഓക്കെയാണ്. ഓക്കേ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ വണ്ടിയാണ്. 8,000 രൂപ. 68,000 അല്ലേ? 68ന് കൊടുക്കാം. ശരി ശരി. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് വരുന്നത് 65,000. 65,000 ന് കൊടുക്കാം. പക്കയാണ്. ഓക്കേ. അപ്പോൾ ഇതിന്റെ പ്രൈസ് 50,000 രൂപ അല്ലേ? 50,000. ഓക്കെ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചുള്ളിമാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചുള്ളിമാനൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ആദ്യമായിട്ട് നമ്മളോട് വിളിക്കുന്നത് C4 കാർസ് എന്നൊരു സ്ഥാപനമാണ്. ബഡ്ജറ്റ് കാറുകളാണ് ഫുൾ കേട്ടോ. അതായത് കുറച്ച് ലോ ബഡ്ജറ്റ് കാർസിലാണ്. ഒരുപാട് വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്നവർക്കുള്ള സ്ഥാപനമാണ്. ആദ്യമായിട്ട് എന്നെ ഇവിടെ വിളിക്കുന്നത്. അവരിപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പോൾ അത്യാവശ്യം വിലക്കുറവ് ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക ആവറേജ് ക്വാളിറ്റിയുള്ള വണ്ടികളാണ് അപ്പോൾ കൂടുതലുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ലൊക്കേഷൻ വരെ തിരുവനന്തപുരം ചുള്ളിമാനൂർ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അൻസി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഷോറൂം ഇപ്പോൾ ഓപ്പൺ ആയതേ അല്ലേ? അതെ അതെ, ഓപ്പൺ ആയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നെടുമങ്ങാടുന്ന് പാലോട് പോകുന്ന റൂട്ടാണ്. ചുള്ളിമാനൂർ എന്ന് പറയും കറക്റ്റ് സ്പോട്ട്. ചുള്ളിമാനൂർ സാഫ് ഓഡിറ്റോറിയത്തിന് അടുത്തായിട്ട് വരും. തെങ്കാശി പാലോട് റോഡ്. ലോൺ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ലോൺ സൗകര്യം അവൈലബിൾ ആണ്. നമ്മൾ അവരുടെ സിവിൽ നോക്കിയിട്ട് അതനുസരിച്ച് 2013 മോഡൽ മുതലുള്ള വണ്ടികൾക്കെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ്. അതെ, വണ്ടി എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും. ശരി, അപ്പം വീട്ടിലോട്ട് പോകും. അപ്പം അൻസി, നമ്മുടെ ഫസ്റ്റ് വണ്ടി ഓൾട്ടോ തുടങ്ങാം അല്ലേ? ഓക്കെ, ശരി. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? എങ്ങനെയാണ് ഏറ്റവും ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ വിലയുള്ള വണ്ടി ഇതാണ്. 50,000 രൂപ. AC, പവർ സ്റ്റിയറിംഗ്, പിന്നെ ടയറൊന്നും പ്രശ്നമില്ല. പിന്നെ 2027 വരെ പേപ്പർ ഉണ്ട്. 2007 മോഡലാണ്. 2027 ചെറിയ ചെറിയ സ്ക്രാച്ച് ഒക്കെ കാണും. നമ്മുടെ വില വെച്ച് നോക്കുമ്പോൾ പെർത്താണ്. ഇത് 2007 മോഡൽ. പേപ്പർ 27 വരെ പേപ്പർ എല്ലാം പക്കയാണ്. ഓക്കെ. ഇതിന്റെ പ്രൈസ് 50,000 രൂപ അല്ലേ? 50,000 കവർലെസ് സെയിലാണ്. ഇത് 2011 മോഡൽ വണ്ടിയാണ്. 2026 ടെസ്റ്റ് വരുന്നുണ്ട്. ഡിസംബർ വരെ വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം കറക്റ്റ് ആണ്. പിന്നെ 26 പേപ്പർ ഉണ്ടല്ലേ? 26 വരെ പേപ്പർ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് വണ്ടിയുടെ? എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഇതിന്റെ പേപ്പർ, ഇതിന്റെ റേറ്റ് വരുന്നത് 1.5 വരും. അതെ, ഓക്കേ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊന്നും കുഴപ്പമില്ല. AC ആണ്. ആവറേജ് ക്വാളിറ്റി ആണല്ലേ? അതെ അതെ, ക്വാളിറ്റി ആവറേജ് ആണ്. ആ റേറ്റിനുള്ള ഒരു ആവറേജ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ കുഴപ്പമില്ല, ഓടിക്കാനൊക്കെ സ്മൂത്ത് ആണ്. അതെ അതെ, ഓടിക്കാനൊക്കെ സ്മൂത്ത് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് വരുന്നത് 1.15 വരുന്ന റേറ്റ് വരുന്നത്. 1.15. 2010 മോഡൽ വണ്ടിയാണ്. 2025 ടെസ്റ്റ് 2026 ലാസ്റ്റ് ഡിസംബറിൽ വരുന്നുണ്ട്. 2026 ഒരു വർഷത്തെ പേപ്പറേ ഉള്ളൂ. 2026 ടെസ്റ്റ്. 2010 മോഡൽ. അപ്പോൾ ടെസ്റ്റിന് സമയം ആയിട്ടുണ്ടാവുമല്ലോ? 2026 വരുന്നുണ്ട്. തുടക്കത്തിലായിരിക്കും. അതെ അതെ, തുടക്കം. ഈ വർഷം അവസാനം അല്ലെങ്കിൽ തുടക്കം. അടുത്ത വർഷം സ്റ്റാർട്ടിങ് വരുന്നത്. ജനുവരി സമയത്ത്. അപ്പം 10 മോഡൽ 15 രജിസ്ട്രേഷൻ. അതെ അതെ അതെ. 1.5 ഇതിന്റെ റേറ്റ് വരുന്നത്. 1.5 വരുന്നത്. ഇത് പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ്. മംഗല കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് വണ്ടി കുഴപ്പമില്ല. VXI ആണ്. സ്ക്രാച്ച് ഒന്നും വരുന്നില്ല വലിയ. പിന്നെ മഴ പെയ്ത് കുറച്ച് ചെളി അടിച്ച് കിടക്കുന്നതേ ഉള്ളൂ. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. അലോയ്സ് ഉണ്ട്. അതെ അതെ. ഇത് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ഓക്കെയാണോ? എഞ്ചിനൊക്കെ ഓക്കെയാണ്. ഓടിക്കാൻ സ്മൂത്ത് ആണ്. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഒരു ആവറേജ് ക്വാളിറ്റി ആണ് കേട്ടോ. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? AC വർക്കിംഗ് ആണ്. പെയിന്റിങ്ങിന് മങ്ങലുണ്ട്. അപ്പം ഇതെങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? 1,05,000 രൂപ. ഓക്കെ. അപ്പോൾ അടുത്ത ഇയോൺ അല്ലേ? ഇയോൺ 2012 മോഡൽ. 2028 ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്ററായി? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് കഴിഞ്ഞു, ഇനി തേർഡ്. ഇത് വേരിയന്റ് എറ പ്ലസോ? അതെ, എറ പ്ലസ്. കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ കുഴപ്പമില്ല. AC വർക്കിംഗ് ആണ്. എല്ലാം നല്ല കണ്ടീഷൻ. ഓടിക്കാൻ സ്മൂത്ത് ആണ്. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. ഇൻഷുറൻസ് പേപ്പർ എല്ലാം കറക്റ്റ്. പേപ്പറെല്ലാം കറണ്ട് ആണല്ലോ? പേപ്പറെല്ലാം കറണ്ട്. 2026 വരെ ഇൻഷുറൻസ് എല്ലാം കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ വില വരുന്നത്? ഇത് വരുന്നത് 1.10. 1.10. ശരി. ഇത് 2010 മോഡൽ വണ്ടിയാണ്. ഈ വർഷം ഇത് ടെസ്റ്റ് ആണ്.
ഇപ്പോൾ ടെസ്റ്റ് ഇത് നമ്മൾ ടെസ്റ്റ് സമയമായി കിടക്കുന്ന വണ്ടിയാണ്. ഇത് 45-ന് കൊടുക്കാം. 45,000 രൂപ. 2010 വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, LS ആണ് വേരിയന്റ്. അതെ അതെ. വണ്ടി ഒരു ആവറേജ് കണ്ടീഷൻ, ടയർ കണ്ടീഷൻ ഒരു ആവറേജ് ആണ് കേട്ടോ. അതെ, അത് ലോക്കാണ്. 853. ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ ആവറേജ് ആണ്. ഇതെങ്ങനെ വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓടിക്കാൻ സ്മൂത്ത് ആണ്. AC വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്. ടയറും കുഴപ്പമില്ല. ടയറും ആവറേജ് ഉണ്ട് ടയർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ വില? ടെസ്റ്റ് ഇത് 45-ന് നമുക്ക് കൊടുക്കാം. ടെസ്റ്റ് നമ്മൾ ചെയ്യാതെ ആണെങ്കിൽ 45-ന് കൊടുക്കാം. ശരി ശരി. അപ്പോൾ അടുത്ത പോളോ അല്ലേ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? അത് 2010 മോഡൽ വണ്ടിയാണ്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുവാണ്. ഫുൾ പേപ്പർ. അതെ അതെ, ഫുൾ ഓക്കെ ആണ്. ഓക്കെ, ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ വണ്ടിയാണ്. വണ്ടി ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. കണ്ടീഷൻ നോക്കാം. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണോ? ഇപ്പോ കഴിഞ്ഞതേ ഉള്ളൂ. ഫുൾ പേപ്പർ ഓക്കെയാണ്. ന്യൂ പേപ്പറാ, മൊത്തം ന്യൂ പേപ്പർ. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണോ? അതെ അതെ, എല്ലാം ഓക്കെയാണ്. ഡീസൽ വണ്ടി അല്ലേ? തുറന്നു നോക്കാം അതിന്റെ അകം. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് 3rd കഴിഞ്ഞു, ഇനി 4th. കിലോമീറ്റർ 95 ആ റേഞ്ച് വരുന്നുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ ഒരു ആവറേജ് ക്വാളിറ്റി ആണ് കേട്ടോ. ജസ്റ്റ് അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ? അതെ അതെ. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? 130 വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ്. 130 വരുന്നുണ്ട്. ഓക്കെ, 2010 മോഡൽ. ഫിനാൻസ് വരില്ലല്ലോ? ഇല്ല, 2010 മോഡൽ ആയതുകൊണ്ട് വരത്തില്ല. 2013 മുതലുള്ള തന്നെ ഇൻഷുറൻസ് ഇത് വരുന്നു. ഫിനാൻസ്. അപ്പോൾ അടുത്ത ഫോഴ്സ് 1 അല്ലേ? ഫോഴ്സിന്റെ വണ്ടി എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2012 മോഡൽ വണ്ടിയാണ്. പിന്നെ ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് 3rd കഴിഞ്ഞു. 3rd ആണിപ്പോ നിലവിൽ. ഇനി എടുക്കുന്നത് 4th വരും. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 95 ആ ഒരു ഇത് വരുന്നുണ്ട്. 95 ആ റേഞ്ച്. ഓക്കെ, ആവറേജ് വണ്ടിയാണ് കേട്ടോ. കണ്ടീഷനാണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. 155 റേഞ്ച് വരുന്നത്. ബാക്കി AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കുഴപ്പമില്ല, ഓടിക്കാൻ സ്മൂത്ത് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഗുഡ് ക്വാളിറ്റി, കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് 159 വരുന്ന റേഞ്ച്. 159 വരും. ശരി. അപ്പോൾ അടുത്തത് ഷവർലെ സെയിൽ. 2011 മോഡൽ വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ, കുഴപ്പമില്ല. സീറ്റും ഡീസലാണോ? ഡീസൽ വണ്ടിയാണ്. 2000 പേപ്പർ എല്ലാം കറക്റ്റാ വരുന്നത്. 2026 വരെ പേപ്പർ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. മൊത്തം ചെളി അടിച്ച് കിടക്കുന്നില്ലേ? അത് മഴ. ഇതിനകത്ത് ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട് കേട്ടോ. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. വേറെ ഡാമേജ് ഒന്നുമില്ല, ഓടിക്കാൻ സ്മൂത്ത് കണ്ടീഷൻ ആണ്. പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് വരുന്ന 115. 115. അപ്പോൾ അടുത്തത് ഫോർഡ് ഫിയസ്റ്റ അല്ലേ? അതെ, പെട്രോൾ വണ്ടിയാണ്. മോഡലോ? അത് 2006 മോഡൽ വണ്ടിയാണ്. 2026 ടെസ്റ്റ് വരുന്നുണ്ട്. പെയിന്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ്. ബാക്കി കണ്ടീഷൻ ഒക്കെ ഓക്കെ. അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. വണ്ടിയുടെ കണ്ടീഷൻ ബോഡി കണ്ടീഷൻ ആവറേജ് ഉള്ളൂ. നീറ്റ് വണ്ടിയാണ്. ഓക്കെ, വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. 2006 മോഡൽ. അപ്പോൾ ടെസ്റ്റ് വരുന്നുണ്ട്. അതെ, ടെസ്റ്റ് അടുത്ത വർഷം. ഓക്കെ, AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? AC വർക്കിംഗ് ആണ്. അടുത്ത വർഷം 2027 ടെസ്റ്റ് വരുന്നത്. 27 ടെസ്റ്റ് വരുന്നത്. 4th ഓണർഷിപ്പാണ്. പെട്രോൾ വണ്ടിയാണ്. 85,000 കൊടുക്കാം. 85-ന് കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ. 2006 മോഡൽ വണ്ടിയാണ്. 2026 ലാസ്റ്റ് വരെ ഉണ്ട് പേപ്പർ. പെട്രോൾ വണ്ടിയാണ്. പെട്രോളാണ്. AC വർക്കിംഗ് ആണ്. അത്യാവശ്യം കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പമില്ല. ടയറും ഒന്നും കുഴപ്പമില്ല, ഓടിച്ചു വരാനും സ്മൂത്ത് ആണ്. പ്രശ്നം ആവറേജ് ആണ്. ക്വാളിറ്റി ബോഡി മോഡൽ പെയിന്റിംഗ്. 4th ഓണർഷിപ്പാണ് വരുന്നത്. 68,000 രൂപയ്ക്ക്. 68,000 രൂപ. അതിന്റെ പവർ വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ അതെ, വർക്കിംഗ് ആണ്. ഓക്കേ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ? 68,000 രൂപ. 68,000 അല്ലേ? അടുത്തോണ്ട് ഷവർലെ ആവിയോ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2006 മോഡൽ വണ്ടി. പവർ സ്റ്റിയറിംഗ് ആണ്. AC ആണ്. പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ ആണോ? 26 പേപ്പർ. അതെ, പേപ്പർ എല്ലാം പക്ക. 26 ഉണ്ടല്ലേ? 26 വരെ ഉണ്ട്. വണ്ടി ആവറേജ് ആണ് കേട്ടോ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ചെളി തുറക്കാൻ നിവർത്തിയില്ല ഇവിടെ. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ ഫാബ്രിക് ആണ് ഈ കാണുന്ന ക്വാളിറ്റി. വണ്ടി ബാക്കി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എല്ലാം ഓടിക്കാനൊക്കെ കുഴപ്പമില്ല. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് വരുന്നത് 65,000. 65,000-ന് കൊടുക്കാം. അപ്പോൾ അടുത്തത് ഇയോൺ ആണ്. 2012 മോഡൽ വണ്ടിയാണ് വരുന്നത്. 27 പേപ്പർ. അതെ അതെ, പേപ്പർ 2027 വരെ വരുന്നത്. ഓക്കെ, ഇതിന്റെ ഓണർഷിപ്പ് കിലോമീറ്റർ? അത് ഓണർഷിപ്പ് 4th ഓണർഷിപ്പാണ്. 110-ന് കൊടുക്കാം.
110. 110. ഓക്കെ മതി. ഓക്കെ കണ്ണ് ക്വാളിറ്റി ഉള്ളൂ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ശരിയാകുന്നുണ്ടേ. അതെ. AC ഒക്കെ വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് 110 വരുന്നു. 110 വരുന്നു.